മിസ്റ്റർ സ്റ്റാലിൻ ദേവൻ, ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തൽക്കാലം നടത്തേണ്ട അതെന്ന രീതിയിലേക്കാണ് കോടതി പോകുന്നത്. നിയമപ്രകാരമല്ല വഖഫ് ബോർഡിന്റെ രൂപീകരണം എന്നടക്കമുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വഖഫ് 2025 വഖഫ് ഭേദഗതി നിയമ ഭേദഗതി നടപ്പിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ സ്റ്റാലിൻ ദേവൻ? അതെ, അതായത് ഈ പിണറായി വിജയൻ സർക്കാർ പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് 4/2/2026 പുതിയ വഖഫ് ബോർഡിനെ രൂപീകരിച്ചത്. ഈ പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം പറഞ്ഞിരുന്ന ഒരു നിബന്ധനകളും പാലിക്കാതെയാണ് ഈ പുതിയ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ സുന്നി വിഭാഗക്കാരെ മാത്രമല്ല, ഷിയ, ബോറ, അഗാഖാനി, മറ്റ് ബാക്ക്വേർഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് എന്നിവർക്കൊക്കെ കഴിയുന്നത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും, ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും, ഈ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ നിയമിച്ചിരുന്ന 9 പേരും സുന്നി വിഭാഗക്കാർ മാത്രമായിരുന്നു. രണ്ടാമതായിട്ട് ഈ 11 അംഗ സമിതിയിൽ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സിനെ ഒഴിച്ചിട്ടുള്ള 2 പേരെങ്കിലും മിനിമം നോൺ മുസ്ലിംസ് ആയിരിക്കണം എന്ന നിബന്ധന ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു നിയമനം ഉണ്ടായില്ല. 2 വേക്കൻസികൾ ഒഴിച്ചിടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ബാർ കൗൺസിൽ മെമ്പറെ നിയമിച്ചിരുന്നില്ല. കൂടാതെ അസംബ്ലിക്ക് പ്രാതിനിധ്യം നൽകാൻ വേണ്ടി ഒരു MLA അപ്പോയിന്റ് ചെയ്യണമായിരുന്നു. എന്നാൽ 2 മാസം മാത്രം കാലാവധി ബാക്കി ഉണ്ടായിരുന്ന അസംബ്ലിയിലെ കുറ്റിയാടി MLA ആയിരുന്ന മുഹമ്മദ് കുട്ടി മാസ്റ്ററെയാണ് നിയമിച്ചിരുന്നത്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം MLA അല്ലാതായി മാറി. എന്നിട്ടും തുടർന്ന് അദ്ദേഹം വഖഫ് ബോർഡിലെ മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുപോലെ തന്നെ ഈ വഖഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാരിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ നിയമിക്കണം എന്നായിരുന്നു നിബന്ധന എങ്കിലും പകരം നിയമിച്ചത് വഖഫ് വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിയമവകുപ്പിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയെ ആയിരുന്നു. ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കണക്കിലെടുത്ത് ഈ നിലവിലുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിൽ പറയും പ്രകാരമുള്ള പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ലക്ഷ്മി ശ്രീധർ ആയിരുന്നു. അപ്പോൾ ഇന്ന് സർക്കാർ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തതിൽ അവർ പറഞ്ഞു, ഈ പരാതിക്കാർ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത കേസ് പരിഗണിക്കുന്ന അടുത്ത ബുധനാഴ്ച വരെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. അന്തിമമായിട്ട് ഈ ബോർഡിനെ പിരിച്ചുവിടുകയും പുതിയ ഒരു ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യും സംസ്ഥാന സർക്കാരിന്.